ഹായ് എവ്രി വൺ, വെൽക്കം ടു ട്രിപ്സ് ആൻഡ് ട്രീറ്റ്സ്. ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് പച്ചടി. അത് നമ്മൾ വെജിറ്റബിൾസ് വെച്ചിട്ടോ ഫ്രൂട്ട്സ് വെച്ചിട്ടോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്നൊരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പച്ചടിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇവിടെ ഞാൻ ആപ്പിൾ വെച്ചിട്ടാണ് കേട്ടോ ഈ പച്ചടി തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വെച്ചിട്ടോ വെജിറ്റബിൾസ് വെച്ചിട്ടോ ഇതുപോലെ തയ്യാറാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് റെസിപ്പി ഇങ്ങനെ നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ആപ്പിൾ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചുവന്ന ആപ്പിൾ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പച്ച ആപ്പിളൊന്നുമല്ല. ഇതുപോലെ ഒരു ചുവന്ന ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളകും നടുക്കുറുകെ മുറിച്ചതും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആപ്പിൾ കഷ്ണങ്ങളും പച്ചമുളകും നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ആപ്പിൾ വേവിക്കാൻ ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചടി വെള്ള കളറിൽ വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ്. ഇനിയൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ലോ ടു മീഡിയം ഫ്ലെയിമാണ് ഓൺ ആക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് അടച്ചു മൂടിയിട്ട് ആപ്പിളൊന്ന് വേവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ആപ്പിൾ വേവുന്ന ടൈം കൊണ്ട് നമുക്ക് അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 3 ചുവന്നുള്ളി, ഒരു പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം 1/2 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഈ ടൈം കൊണ്ട് ആപ്പിളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടായിരിക്കണം കേട്ടോ അരപ്പ് ചേർത്ത് കൊടുക്കേണ്ടതും മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതെല്ലാം. ഇനി ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് അതും കൂടെ ഞാൻ ഈ പച്ചടിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ടൈമിൽ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഉപ്പ് നോക്കി നമുക്ക് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ പച്ചടി അധികം തിളപ്പിക്കരുത്. ഇതുപോലെ ചെറുതായി ഇങ്ങനെ തിളച്ച് വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ആപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി സാധാരണ രീതിയിൽ ചെയ്യുന്ന പോലെ തന്നെ അതൊന്ന് വറവിട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമാണ് ഓൺ ആക്കിയിട്ടുള്ളത്. പാനൊന്ന് ചൂടായി വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും 2-3 വറ്റൽമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നമുക്കിതൊന്ന് വറവിട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഏത്തക്കായ വെച്ചിട്ട്, അതായത് നേന്ത്രപ്പഴം വെച്ചും ബീട്രൂട്ട് വെച്ചും പൈനാപ്പിൾ വെച്ചിട്ടെല്ലാം പച്ചടി റെഡിയാക്കി എടുക്കാവുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ടേക്ക് കെയർ ആൻഡ് ബൈ.